എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ അശ്വമേധം എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. അധ്യായം 2. അർജുന്റെ രഹസ്യം. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള ആഡംബര ഹോട്ടലായ ഗ്രാൻഡ് റീജൻസി ഇന്നൊരു ഉത്സവ പ്രതീതിയിലാണ്. MS ടെക്സ്റ്റൈൽസ് അതിന്റെ 5ാം വാർഷികം ആഘോഷിക്കുകയാണ്. നഗരത്തിലെ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പുകൾ, രാഷ്ട്രീയക്കാർ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഹാളിനുള്ളിലെ കൂറ്റൻ ഷാൻലിയറുകൾ പ്രകാശം പരത്തുമ്പോൾ വയലിൻ സംഗീതം അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുന്നുണ്ടായിരുന്നു. മാളവിക ഒരു കറുത്ത കാഞ്ചീപുരം സിൽക്ക് സാരിയിൽ അതീവ സുന്ദരിയായി കാണപ്പെട്ടു. അവളുടെ കഴുത്തിലെ വജ്രമാല ആ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്നു. എന്നാൽ ആ ബാഹ്യമായ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു വലിയ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ ഇടയ്ക്കിടെ ക്ലച്ച് ബാഗിനുള്ളിലെ ഫോണിൽ തപ്പുന്നു. ഹാളിന്റെ ഒരു മൂലയിൽ അതീവ ജാഗ്രതയോടെ അർജുൻ നിൽക്കുന്നുണ്ടായിരുന്നു. കറുത്ത ടെക്സീഡോ ധരിച്ച അവൻ ആ വലിയ സദസ്സിൽ ഒരു വിദേശ മോഡലിനെ പോലെ ഗാംഭീര്യത്തോടെ കാണപ്പെട്ടു. പക്ഷെ അവന്റെ കണ്ണുകൾ ഓരോ അതിഥിയെയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിലുള്ള വയർലെസ് സെറ്റിലൂടെ സെക്യൂരിറ്റി ടീമിന് അവൻ കർശനമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. സെക്ഷൻ B ക്ലിയർ ആണോ? മെയിൻ എൻട്രൻസിലെ CCTV ദൃശ്യങ്ങൾ ഓരോ സെക്കൻഡിലും പരിശോധിക്കണം. അർജുന്റെ ശബ്ദം ശാന്തമെങ്കിലും കടുപ്പമേറിയതായിരുന്നു. മാളവികയുടെ കണ്ണുകൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അർജുനിലേക്ക് നീണ്ടു. അവൻ അവിടെയുണ്ടെന്ന ബോധം അവൾക്ക് നൽകുന്ന ആശ്വാസം വാക്കുകൾക്ക് അതീതമാണ്. പെട്ടെന്നൊരു വെയിറ്റർ അവളുടെ അടുത്തേക്ക് വന്നു. അവൻ നീട്ടിയ പാനപാത്രത്തിനടിയിൽ ഒരു ചെറിയ കടലാസ് കഷ്ണം ഇരിക്കുന്നുണ്ടായിരുന്നു. മാളവിക അത് വേഗത്തിലെടുത്തു. ഇന്നത്തെ രാത്രി നിന്റെ ജീവിതത്തിലെ അവസാനത്തെ രാത്രിയായിരിക്കും മാളവിക. നിന്റെ സാമ്രാജ്യം കത്തിയമരുന്നത് കാണാൻ നീ തയ്യാറാണോ? വിക്രം. മാളവികയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവൾ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി. അപ്പോഴേക്കും പെട്ടെന്ന് ഹോട്ടലിലെ വെളിച്ചമണഞ്ഞു. ഹാളിനുള്ളിൽ ഒരു നിമിഷം പരിപൂർണമായ നിശബ്ദത പടർന്നു. തൊട്ടടുത്ത നിമിഷം ഹാളിന്റെ മറുഭാഗത്ത് ഒരു വലിയ സ്ഫോടന ശബ്ദം കേട്ടു. ഗ്ലാസുകൾ തകരുന്ന ശബ്ദവും ആളുകളുടെ നിലവിളിയും അന്തരീക്ഷത്തെ ഭയാനകമാക്കി. ആളുകൾ പരിഭ്രാന്തരായി ചിതറിയോടാൻ തുടങ്ങി. മാളവിക ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. അർജുൻ, അർജുൻ. അവൾ ഉറക്കെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. പെട്ടെന്ന് ശക്തമായ ഒരു കൈ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചു അവളെ പിന്നിലേക്ക് വലിച്ചു. മിണ്ടരുത് മാളവിക, ഇത് ഞാനാണ്. അർജുന്റെ ഗാംഭീര്യമുള്ള ശബ്ദം അവളുടെ കാതുകളിൽ പതിച്ചപ്പോൾ അവളുടെ ശ്വാസം നേരെ വീണു. അവൻ അവളെ ഒരു വലിയ തൂണിനോട് ചേർത്ത് നിർത്തി സംരക്ഷിച്ചു. അർജുൻ, അവർ എത്തിക്കഴിഞ്ഞു. വിക്രം പറഞ്ഞത് സത്യമാണ്, മാളവിക വിറയലോടെ പറഞ്ഞു. അവർ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവൻ എടുക്കാനാണ്. നമുക്കിവിടെ നിന്ന് മാറണം. അർജുൻ തന്റെ കോട്ടിനുള്ളിൽ നിന്ന് ഒരു പ്രത്യേക പരിശീലനം ലഭിച്ചവർ മാത്രം ഉപയോഗിക്കുന്ന സ്ലിം പിസ്റ്റൾ പുറത്തെടുത്തു. ഹാളിന്റെ പ്രധാന വാതിൽ തകർത്ത് കറുത്ത വസ്ത്രം ധരിച്ച 5-6 സായുധധാരികൾ അകത്തേക്ക് കടന്നു. അവർ ലേസർ ലൈറ്റുകൾ ഉപയോഗിച്ച് മാളവികയെ തിരയുകയായിരുന്നു. അർജുൻ മാളവികയെയും കൂട്ടി പുകപടലങ്ങൾക്കിടയിലൂടെ എമർജൻസി എക്സിറ്റിലേക്ക് നീങ്ങി. അവിടെ, അവൾ അവിടെയുണ്ട്, അവരിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു. ഉടനെ വെടിയൊച്ചകൾ മുഴങ്ങി. അർജുൻ മാളവികയെ തറയിൽ കിടത്തി തിരിച്ചു വെടിയുതിർത്തു. അവന്റെ ഓരോ നീക്കവും ഒരു പ്രൊഫഷണൽ ഹെഡ് ഹണ്ടറുടേതുപോലെ കൃത്യമായിരുന്നു. വേഗം ഓടിക്കോ. അർജുൻ മാളവികയുടെ കൈപിടിച്ച് ഹോട്ടലിന്റെ അടുക്കള വഴി പുറത്തേക്ക് ഓടി. പാർക്കിംഗ് ഏരിയയിൽ അർജുന്റെ കറുത്ത സ്പോർട്സ് ബൈക്ക് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ മാളവികയെ അതിൽ കയറ്റി മിന്നൽ വേഗത്തിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പുറകിൽ 2 കറുത്ത SUVകൾ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൊച്ചി നഗരത്തിലെ രാത്രിയിലെ തിരക്കിലൂടെ അർജുൻ ബൈക്ക് വെട്ടിച്ചോടിച്ചു. അർജുൻ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കാറ്റിൽ അവളുടെ ശബ്ദം അലിഞ്ഞുപോയി. അർജുൻ മറുപടി നൽകിയില്ല. അവൻ നഗരത്തിന്റെ അതിർത്തിയിലുള്ള ഒരു വിജനമായ പഴയ റെയിൽവേ യാർഡിന് മുന്നിൽ ബൈക്ക് നിർത്തി. പിന്തുടർന്നു വന്ന കാറുകളും അവിടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അതിൽ നിന്ന് 10ഓളം പേർ മാരകായുധങ്ങളുമായി ഇറങ്ങി. അർജുൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി മാളവികയെ തന്റെ പിന്നിലേക്ക് മാറ്റി നിർത്തി. മാളവിക, നീ ഈ കണ്ടെയ്നറിന് പിന്നിൽ നിൽക്കുക. ഞാൻ പറയുന്നത് വരെ പുറത്തേക്ക് വരരുത്. അർജുൻ ശാന്തനായി പറഞ്ഞു. അവൻ മുന്നോട്ട് നടന്നു. 10 പേർക്കെതിരെ അവൻ തനിച്ച്. അവിടെ നടന്നത് ഒരു മാസ് വേട്ടയായിരുന്നു. അർജുന്റെ കൈക്കരത്തിന് മുന്നിൽ ശത്രുക്കൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവന്റെ ചലനങ്ങൾ ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു. അവസാനം ബാക്കിയായവൻ മാളവികയുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചപ്പോൾ അർജുൻ തന്റെ കയ്യിലിരുന്ന കത്തി കൃത്യമായി അവന്റെ തോളിലേക്ക് എറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം നിശബ്ദമായി. അർജുൻ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ മാളവികയുടെ അടുത്തേക്ക് നടന്നു. അവൾ ഭയത്തോടെയും അത്ഭുതത്തോടെയും അവനെ നോക്കി. അവന്റെ ഷർട്ടിൽ രക്തം പുരണ്ടിരുന്നു. അർജുൻ, നീ വെറുമൊരു സെക്യൂരിറ്റി ചീഫ് അല്ല. സത്യം പറയൂ, നീ ആരാണ്? മാളവികയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ ഒഴുകി. അർജുൻ അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്തു. മാളവിക, സത്യങ്ങൾ അറിയാൻ സമയമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അച്ഛൻ രാഘവൻ മാധവന്റെ ഉറ്റ സുഹൃത്തിന്റെ മകനാണ്.
5 വർഷം മുമ്പ് ആ രാത്രിയിൽ നിങ്ങളുടെ കുടുംബത്തെ തകർത്തത് വിക്രം മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം ബിസിനസ് പാർട്ണറായ വർമ്മ കൂടി അതിൽ പങ്കാളിയാണ്. വർമ്മയെയും വിക്രമിനെയും തകർക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കാരണം എന്റെ അച്ഛനെയും അവർ ഇതേപോലെ കൊന്നുതള്ളിയതാണ്. റെയിൽവേ യാർഡിലെ ആ ഇരുണ്ട നിശബ്ദതയിൽ അർജുന്റെ വെളിപ്പെടുത്തൽ കേട്ട് മാളവിക തരിച്ചു നിന്നു. മഴ ചീറിപ്പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. മഴത്തുള്ളികൾ അവളുടെ മുഖത്തെ കണ്ണീരുമായി കലർന്നു. താൻ അമ്മാവനെ പോലെ വിശ്വസിച്ച വർമ്മ തന്റെ അച്ഛന്റെ ബിസിനസ് പാർട്ണർ. അയാൾ എങ്ങനെ ഒരു കൊലപാതകിയാകും? വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും മാളവിക. അർജുൻ അവളുടെ വിറയ്ക്കുന്ന കൈകൾ ചേർത്ത് പിടിച്ചു. അവന്റെ കൈകളിലെ ചൂട് അവൾക്ക് ചെറിയൊരു ആശ്വാസം നൽകി. പക്ഷെ സത്യം അതാണ്, അന്ന് ആ രാത്രിയിൽ നിങ്ങളുടെ അച്ഛന്റെ കാറിന്റെ ബ്രേക്ക് ലൈൻ മുറിച്ചത് വർമ്മയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. വിക്രം വെറുമൊരു വാടക കൊലയാളി മാത്രമാണ്. യഥാർത്ഥ സൂത്രധാരൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മാളവിക അർജുന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ വലിയൊരു കനൽ എരിയുന്നുണ്ടായിരുന്നു. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അർജുൻ? നീ ആരാണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാകുന്നില്ല. അർജുൻ ദൂരേക്ക് നോക്കി ഒരു ദീർഘശ്വാസം വിട്ടു. ഞാൻ ഇന്ത്യൻ ആർമിയുടെ പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ ഒരു കമാൻഡോ ആയിരുന്നു മാളവിക. മേജർ അർജുൻ ശേഖർ. 5 വർഷം മുമ്പ് നിങ്ങളുടെ കുടുംബം തകർക്കപ്പെട്ട അതേ ആഴ്ചയിൽ തന്നെയാണ് എന്റെ അച്ഛനും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടത്. ആ കൊലപാതകങ്ങൾ അന്വേഷിച്ചു പോയപ്പോഴാണ് ഞാൻ ഈ ചതിയുടെ ചുരുളുകൾ അഴിച്ചത്. പിന്നീട് ഞാൻ സർവീസിൽ നിന്ന് രാജിവെച്ചു. ഏകലക്ഷ്യം പ്രതികാരം മാത്രമായി. മാളവിക സ്തബ്ധയായി. അർജുൻ കടന്നുപോകുന്ന വഴികൾ തന്റേതിനേക്കാൾ കഠിനമായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അവനെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം അവർക്കിടയിലെ ഉടമ ജീവനക്കാരൻ എന്ന ബന്ധം എന്നേക്കുമായി അവസാനിച്ചു. പകരം ഒരേ ലക്ഷ്യമുള്ള 2 പോരാളികൾ അവിടെ ജനിച്ചു. നമുക്ക് ആദ്യം വർമ്മയെ തകർക്കണം അർജുൻ. അയാൾ എന്റെ കമ്പനിയുടെ പകുതി ഷെയറുകളും സ്വന്തമാക്കാൻ നോക്കുകയാണ്, മാളവിക പകയോടെ പറഞ്ഞു. അർജുൻ ഒരു കൗതുകത്തോടെ പുഞ്ചിരിച്ചു. അതിനു മുൻപ് നമുക്ക് വിക്രമിന് ഒരു ചെറിയ സമ്മാനം നൽകണം. അവൻ അയച്ച ആളുകൾ തിരിച്ചു ചെന്നില്ലെന്നറിയുമ്പോൾ അവൻ പരിഭ്രമിക്കും. ആ പരിഭ്രമമാണ് നമ്മുടെ വിജയം. അർജുൻ മാളവികയെയും കൂട്ടി തന്റെ രഹസ്യ താവളത്തിലേക്ക് പോയി. നഗരത്തിന് പുറത്തുള്ള ഒരു പഴയ ഫാം ഹൗസ്. അവിടെ അത്യാധുനികമായ ആയുധങ്ങളും കമ്പ്യൂട്ടറുകളും സജ്ജീകരിച്ചിരുന്നു. അർജുൻ ഒരു മാപ്പ് തുറന്നുവെച്ചു. വിക്രമിന്റെ നിയമവിരുദ്ധമായ ആയുധ ഇടപാടുകൾ നടക്കുന്ന ഒരു ഗോഡൌണിന്റെ മാപ്പായിരുന്നു അത്. ഇന്ന് രാത്രി വിക്രമിന്റെ ഏറ്റവും വലിയ ബിസിനസ് നമ്മൾ തകർക്കും. മാളവിക, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? അർജുൻ ഒരു തോക്ക് ലോഡ് ചെയ്തുകൊണ്ട് ചോദിച്ചു. എനിക്ക് എന്റെ അച്ഛന്റെ മരണത്തിന് പകരം വീട്ടണം. മാളവികയുടെ കണ്ണുകളിൽ തീപ്പൊരി പടർന്നു. അർജുൻ അവൾക്ക് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും ചെറിയൊരു പിസ്റ്റളും നൽകി. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഓർക്കുക, ശത്രുവിന്റെ കണ്ണുകളിൽ നോക്കി വേണം വെടിയുതിർക്കാൻ. രാത്രി 2 മണി. വിക്രമിന്റെ ഗോഡൌണിന് ചുറ്റും കാവൽക്കാരുണ്ടായിരുന്നു. അർജുൻ ഒരു നിഴൽ പോലെ അകത്തേക്ക് കടന്നു. മാളവിക അവനെ പിന്തുടർന്നു. അർജുന്റെ ചലനങ്ങൾ മാളവികയെ അത്ഭുതപ്പെടുത്തി. ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ അവൻ ഓരോ കാവൽക്കാരെയും കീഴടക്കി. ഗോഡൌണിനുള്ളിലെ പെട്ടികളിൽ ആയുധങ്ങൾ നിറച്ചിരുന്നു. അർജുൻ ടൈം ബോംബുകൾ ഓരോന്നായി സ്ഥാപിച്ചു. പെട്ടെന്നൊരു കാവൽക്കാരൻ മാളവികയെ കണ്ടു. അവൻ ബഹളം വെക്കാൻ ആഞ്ഞപ്പോഴേക്കും മാളവിക തന്റെ കയ്യിലിരുന്ന പിസ്റ്റൾ ഉപയോഗിച്ച് അവന്റെ തോളിലേക്ക് വെടിവെച്ചു. ആദ്യത്തെ ചോര വീണു. മാളവികയുടെ കൈകൾ വിറച്ചില്ല. പകരം അവളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറഞ്ഞു. നന്നായിരിക്കുന്നു മാളവിക, അർജുൻ അവളെ അഭിനന്ദിച്ചു. അവർ പുറത്തിറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ആ ഗോഡൌൺ വലിയൊരു സ്ഫോടനത്തോടെ തകർന്നു. വിക്രമിന്റെ കോടിക്കണക്കിന് രൂപയുടെ ആയുധങ്ങൾ ചാരമായി മാറി. ദൂരെ നിന്ന് ആ തീജ്വാലകൾ നോക്കി നിൽക്കുമ്പോൾ അർജുൻ മാളവികയുടെ തോളിൽ കൈവച്ചു. ഇത് വെറും തുടക്കം മാത്രമാണ് മാളവിക. അശ്വമേധത്തിന്റെ യഥാർത്ഥ കുതിപ്പ് ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ തീജ്വാലയുടെ വെളിച്ചത്തിൽ അവർ പരസ്പരം നോക്കി. മാളവിക അർജുന്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. അത് പ്രണയമായിരുന്നു, ഒപ്പമൊരു യുദ്ധപ്രഖ്യാപനവും. അർജുന്റെ ഭൂതകാലം മാളവികയ്ക്ക് കരുത്തായി മാറിയിരിക്കുന്നു. വിക്രമിന് നൽകിയ ആദ്യത്തെ പ്രഹരം കൊച്ചി നഗരത്തെ ഞെട്ടിച്ചു. എന്നാൽ വർമ്മ ഈ സ്ഫോടനത്തെ എങ്ങനെ നേരിടും? അർജുൻ ഒളിപ്പിച്ചുവെച്ച കൂടുതൽ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.